ഫ്രണ്ട്സ്, മെക്കീസി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EDCA S5 മെക്കിൻ്റെ EDCA എന്നുള്ള സബ്ജക്റ്റിലെ 6ാമത്തെ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, സ്റ്റെപ്പർ മോട്ടർ എന്താണ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സ്റ്റെപ്പ് ആംഗിൾ എന്താണ്, പിന്നെ വേരിയബിൾ റിലക്റ്റൻസ്, ഹൈബ്രിഡ് മോട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഒരെണ്ണം കൂടെ പറയാനുണ്ടായിരുന്നു, ലീനിയർ സ്റ്റെപ്പർ മോട്ടർ. അത് നമുക്ക് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൻ്റെ കൺട്രോൾ സിസ്റ്റംസ്, പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് എന്താണ്, ഓട്ടോമേഷൻ കൺട്രോളിലോട്ടാണ്. അപ്പോൾ ഈ ഒരു പാർട്ടോട് കൂടി നമുക്ക് എന്താണ് വീഡിയോ നമുക്ക് നിർത്താൻ നോക്കാം. ഓക്കെ, ശരി. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് പറയാൻ പോകുന്നത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ, ടോർക്കിനെതിരെ സ്പീഡ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് അല്ലെങ്കിൽ ഒരു കർവ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കർവിനെ നമുക്ക് ടോർക്ക് സ്പീഡ് ക്യാര, അതിനെ നമുക്ക് ഡൈനാമിക് ക്യാര എന്ന് പറയാം, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും വിളിക്കാറുണ്ട്. സ്റ്റെപ്പർ മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ ഈ ടോർക്ക് സ്പീഡ് ക്യാര അല്ലെങ്കിൽ ഡൈനാമിക് ക്യാര എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ക്യാരാസ് ഉൾക്കൊള്ളുകൊണ്ടാണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. അത് ഒന്ന് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് 2 കർവ് കിട്ടും, പുൾ ഇൻ കർവും പുൾ ഔട്ട് കർവും. പടത്തിൽ നോക്കുമ്പോഴേക്കും സ്റ്റെപ്പിംഗ് റേറ്റ്, അതായത് സ്പീഡിനെതിരെ ടോർക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, സ്പീഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ടോർക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കർവ് കിട്ടും, പുൾ ഇൻ കർവും പുൾ ഔട്ട് കർവും. കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളിയിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളിയിരിക്കുന്നതിനെ പുൾ ഔട്ട് കർവ് എന്ന് പേര് കൊടുക്കുക. പുൾ ഇൻ എന്നുള്ളത് അകത്തോട്ട് കയറിയിരിക്കുന്നതിന് എന്ത് ചെയ്യുക, പുൾ ഇൻ കർവ് എന്നും കൊടുക്കുക. സോ ഇനി ഈ പുൾ ഇൻ കർവും പുൾ ഔട്ട് കർവ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് പുൾ ഇൻ കർവ് നോക്കാം. പുൾ ഇൻ കർവിനെ സിംഗിൾ സ്റ്റെപ്പിംഗ് കർവെന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് കർവെന്നോ നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ ഈ പുൾ ഇൻ കർവിൻ്റെ കർവ് വരുന്ന സമയത്ത് ഈ ഓരോ സ്റ്റെപ്പർ മോട്ടറിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ, ഓരോ സ്റ്റെപ്പ് കഴിയും തോറും അത് റെസ്റ്റിലേക്ക് വരുന്നു. ഓക്കെ, ഓരോ സ്റ്റെപ്പ് കഴിയും തോറും അത് റെസ്റ്റിലേക്ക് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ റെസ്റ്റിലേക്ക് വന്നതിന് ശേഷം മാത്രമേ സ്റ്റേറ്ററിലേക്ക് അടുത്ത ഇൻപുട്ട് പൾസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻപുട്ട് കർവ്, പുൾ ഇൻ കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ TPIയും TPOയും കൊടുത്തിട്ടുണ്ട്. TPI എന്ന് പറയുന്നത് പുൾ ഇൻ ടോർക്കും, TPO എന്ന് പറയുന്നത് പുൾ ഔട്ട് ടോർക്കുമാണ്. അപ്പോൾ പുൾ ഇൻ ടോർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡ്, അതായത് ഈ പുൾ ഇൻ കർവിൻ്റെ മോഡെന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡാണ്. ആ ഒരു മോഡിൽ ഒരു സ്റ്റെപ്പർ മോട്ടറിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്കിനാണ് പുൾ ഇൻ ടോർക്ക് എന്ന് പറയുന്നത്. ബട്ട് വിത്തൗട്ട് ലോസിങ് സിങ്ക്രോണിസം, ആ സിങ്ക്രോണിസം വിടാതെ തന്നെ ആ സ്റ്റെപ്പർ മോട്ടറിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടോർക്കിനാണ് എന്തെന്ന് പറയുന്നത്, പുൾ ഇൻ ടോർക്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് പുൾ ഇൻ കർവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമ്മൾ പോകുന്നത് പുൾ ഔട്ട് കർവാണ്. പുൾ ഔട്ട് കർവിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കർവാണ് പുൾ ഔട്ട് കർവ് എന്ന് പറയുന്നത്. അതിനെ സ്റ്റെപ്പിംഗ് ക്യാര എന്നോ അല്ലെങ്കിൽ സ്ലീവിങ് ക്യാര എന്നോ വിളിക്കാറുണ്ട്. ഇതിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പുൾ ഔട്ട് കർവിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടർ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പിംഗ് റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡിൽ, അതായത് നമ്മുടെ പുൾ ഇൻ കർവിൻ്റെ അതേ ഒരു മെക്കാനിസത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുൾ ഔട്ട് ടോർക്ക് നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ട TPO എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുൾ ഔട്ട് ടോർക്ക് കണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പുൾ ഇൻ ടോർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉപയോഗിച്ച മോഡെന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ മോഡിൽ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, സിങ്ക്രോണിസം കൈവിടാതെ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്കാണ് പുൾ ഇൻ ടോർക്ക്. അപ്പോൾ ഇവിടെ പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയുമ്പോഴേക്കും സ്ലൂയിങ് മോഡിൽ സിങ്ക്രോണിസം കൈവിടാതെ, വിത്തൗട്ട് ലോസിങ് സിങ്ക്രോണിസം, ഒരു സ്റ്റെപ്പർ മോട്ടറിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്കാണ് എന്തോന്ന്, പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് 2 കൺട്രോൾ സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. അതായത് സ്റ്റെപ്പർ മോട്ടറിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ, അതിൽ 2 ടൈപ്പ് ലൂപ്പ് കൺട്രോൾസ് ഉണ്ട്, ഓപ്പൺ ലൂപ്പ് കൺട്രോളും ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളും. സോ എന്താണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ എന്നും ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ എന്നാണ്
നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആ ഓപ്പൺ ലൂപ്പ് കൺട്രോളറിൻ്റെ ആ ഡയഗ്രാം അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഡയഗ്രാം നോക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാകും. അത് ഒരു കമാൻഡ് ഒരു പൾസ് ജനറേറ്ററിലേക്ക് കൊടുക്കുകയാണ്. ആ പൾസ് ജനറേറ്ററിൽ നിന്ന് വരുന്ന 2 പൾസ് എന്ന് പറയുന്നത് പൊസിഷൻ പൾസും ഡയറക്ഷൻ പൾസുമാണ്. അപ്പോൾ ആ 2 പൾസും കൂടി ചെന്ന് അവിടെ നിന്ന് റിസൾട്ട് ചെയ്ത് വന്ന് 2 പൾസ് അതായത് പൊസിഷൻ പൾസും ഡയറക്ഷൻ പൾസും എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്ററിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ആംപ്ലിഫയറിലേക്കും അവിടെ നിന്ന് പിന്നെ പവർ കൺട്രോളറിൽ നിന്ന് സ്റ്റെപ്പർ മോട്ടേഴ്സ് നിന്നും കൊടുക്കുന്നു. അപ്പോൾ ആ പവർ കൺട്രോളറിന് സ്റ്റെപ്പർ മോട്ടറിലേക്കും കൊടുക്കുന്ന അതിൻ്റെ ഇടയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വൈൻഡിങ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് കൊടുക്കുന്നത്. അതേസമയം ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് ഉണ്ട്, ഒരു സർക്യൂട്ട് പോലെ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ കമാൻഡ് കൊടുക്കുന്നത് പൾസ് ജനറേറ്ററിലല്ല, പകരം ഡിജിറ്റൽ കമ്പാരേറ്ററിലേക്കൊരു പൾസ് കൊടുക്കുന്നു. അവിടെ നിന്നാണ് നമുക്ക് 2 പൾസ് കിട്ടുന്നത്, പൊസിഷനും ഡയറക്ഷനും പൾസ് കൊടുക്കുന്നത്. അത് നമുക്ക് ട്രാൻസ്ലേറ്ററിൽ നിന്ന് ആംപ്ലിഫയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പവർ കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. ആ പവർ കൺട്രോളറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പർ മോട്ടറിലേക്ക് കയറുന്നു. ആ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഒരു ഭാഗം ഔട്ട്പുട്ടായിട്ട് പോവുകയും ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് സിസ്റ്റം വഴി തിരിച്ച് ഡിജിറ്റൽ കമ്പാരേറ്ററിലേക്ക് കയറുന്നു. അതായത് ഇവിടുത്തെ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ എൻകോഡറാണ്. ആ ഇൻക്രിമെൻ്റൽ എൻകോഡറിൻ്റെ സഹായത്തോടെ തിരിച്ച് ഡിജിറ്റൽ കമ്പാരേറ്ററിലേക്ക് വരുന്നു. അതാണ് ക്ലോസ് ലൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഞാനൊന്ന് പറയാം. ഓപ്പൺ ലൂപ്പ് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, സ്റ്റേബിളാണ്, കുറച്ചുകൂടെ സ്റ്റേബിളാണ്, കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളാണ്. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടും ഈസിയറായിട്ടും നമുക്ക് കിട്ടുന്ന മെയിൻ്റനൻസ് ആണ് ഓപ്പൺ ലൂപ്പ് കൺട്രോളിനുള്ളത്. അതേസമയം ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് കൺട്രോളിന് ആക്യുറസി വളരെ കുറവാണ്, റിലയബിലിറ്റി വളരെ കുറവാണ്. പിന്നെ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് കാരണം ഉണ്ടാകുന്ന വേരിയേഷൻസ് അത് ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ലൂപ്പ് കൺട്രോളിന് എന്ത് ചെയ്യില്ല, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസസ് വളരെ കുറവാണ്, ആക്യുറസി വളരെ കൂടുതലാണ്, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് കാരണം ഉണ്ടാകുന്ന വേരിയേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേസമയം ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണത്, മെയിൻ്റനൻസ് വളരെ കൂടുതലാണ്, പിന്നെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, ഹൈ കോസ്റ്റാണ്. മാത്രമല്ല ഈ ഫീഡ്ബാക്കിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്, ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ 2 സ്റ്റെപ്പർ മോട്ടർ കൺട്രോളിൻ്റെ കേസിൽ പറയാനുള്ളത്. സോ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ വിട്ടുപോയൊരു കാര്യമുണ്ട്, ലീനിയർ സ്റ്റെപ്പർ മോട്ടർ. അതായത് സ്റ്റെപ്പർ മോട്ടറിൻ്റെ വേറൊരു രീതിയിലുള്ള വ്യാഖ്യാനമാണ് ലീനിയർ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. സാധാരണ റൊട്ടേറ്റിംഗ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ പോലെ തന്നെ അതേ ബേസിക് പ്രിൻസിപ്പിളിൽ തന്നെയാണ് ലീനിയർ സ്റ്റെപ്പർ മോട്ടറും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ റൊട്ടേറ്റിംഗ് മോട്ടേഴ്സിൽ അവിടുത്തെ റൊട്ടേഷനാണ് അവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ലീനിയർ മോഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ലീനിയർ സ്റ്റെപ്പ് മോട്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലീനിയർ സ്റ്റെപ്പ് മോട്ടേഴ്സ് ആർ ഐഡിയൽ ഫോർ ഓപ്പൺ ലൂപ്പ് പൊസിഷൻ കൺട്രോൾ, വെലോസിറ്റി കൺട്രോൾ ആൻഡ് ആക്സിലറേഷൻ കൺട്രോൾ ആപ്ലിക്കേഷൻ വിത്ത് ലൈറ്റ് ലോഡിൻ്റെ വെലോസിറ്റി കൺട്രോൾ, പൊസിഷൻ കൺട്രോൾ, ആക്സിലറേഷൻ കൺട്രോൾ പോലെയുള്ള ആപ്ലിക്കേഷൻ ഈ ലീനിയർ സ്റ്റെപ്പ് മോട്ടേഴ്സ് വളരെ ഉപയോഗപ്രദമാണെന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ലീനിയർ എൻകോഡർ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ. അപ്പോൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളറാണ് ഈ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ കൺട്രോളിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലോസ് ലൂപ്പ് കൺട്രോളർ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഒരു ലീനിയർ എൻകോഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ട്രാക്കുണ്ട്, പിന്നെ ഒരു മൂവിങ് എലമെൻ്റ് ഉണ്ട്, മൂവിങ് അസംബ്ലി ഉണ്ട്, പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ് മെയിൻ പാർട്സ് ആയിട്ടുള്ളത്. ഈ മൂവിങ് അസംബ്ലിയിലാണ് 2 സെറ്റ് വൈൻഡിങ്ങും ഉണ്ട്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റും ഉള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ട്രാക്കിനെയാണ് നമ്മളിവിടെ സ്റ്റേറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നതും റോട്ടറിനെയാണ്
മൂവിങ് അസംബ്ലിയാണ് നമ്മൾ റോട്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് കൺട്രോളിൻ്റെ അതേ ആക്യുറസി അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ പ്രിസിഷൻ നമുക്ക് കിട്ടും. പിന്നെ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്. ലോ കോസ്റ്റ് പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലേഷൻ കൺട്രോൾ. പൊസിഷൻ കൺട്രോൾ ആയാലും വെലോസിറ്റി കൺട്രോൾ ആയാലും ആക്സിലേഷൻ കൺട്രോൾ ആയാലും നമുക്ക് എന്ത് കിട്ടും? ലോ കോസ്റ്റിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. റിലയബിളാണ്. പിന്നെ സ്പേസ് വളരെ കുറഞ്ഞ ഇടത്ത് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടൈപ്പ് ലീനിയർ മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല നോ സെർവോ ട്യൂണിങ് റിക്വയർഡ്. സെർവോ ട്യൂണിങ് ഇതിന് ആവശ്യമേ ഇല്ല. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഹെക്സാപോഡ് റോബോട്ട്, പിക്ക് ആൻഡ് പ്ലേസ് എക്യുപ്മെൻറ്റ്, പമ്പ്, കൺവെയേഴ്സ്, ലബോറട്ടറി എക്യുപ്മെൻറ്റ്, വാൽവ് ആക്ച്വേറ്റേഴ്സ്, അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലീനിയർ സ്റ്റെപ്പർ മോട്ടേഴ്സ് ഉപയോഗിക്കാം. സോ ഇതാണ് നമ്മൾ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗം. സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് കൺട്രോൾ ഫോർ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ്. നമ്മൾ പറയാൻ പോകുന്നത് കൺട്രോൾസ് ഫോർ ഓട്ടോമേഷനാണ്. അതായത് ഓട്ടോമേഷൻ കൺട്രോളർ എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോമേഷൻ ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് ദ സിസ്റ്റം മൂവ്സ് ഇറ്റ് സെൽഫ്. ഒരു സിസ്റ്റം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലെല്ലാം ഓട്ടോമേഷൻസിന് വലിയൊരു റോളാണുള്ളത്. കാരണം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, ബെറ്റർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, പിന്നെ മാനുഫാക്ചറിങ് സ്പീഡ് കൂട്ടാനായിട്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടും എല്ലാം ഓട്ടോമേഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓട്ടോമേറ്റഡ് പ്രോസസ് റിക്വയർസ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളാണ് നമുക്ക് ഓട്ടോമേഷൻ പ്രോസസ്സിൽ എപ്പോഴും ആവശ്യം. ഫോർ ക്ലോസ് ലൂപ്പ് കൺട്രോൾ എ കൺട്രോൾ ഈസ് നീഡഡ്. അപ്പോൾ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ വേണമെങ്കിൽ അവിടെ ഒരു കൺട്രോളറിൻ്റെ ആവശ്യമുണ്ട്. എ കൺട്രോളർ ഈസ് വൺ വിച്ച് കമ്പയർസ് കൺട്രോൾഡ് വാല്യൂസ് വിത്ത് ദ ഡിസൈർഡ് വാല്യൂസ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ആൻഡ് ചേഞ്ചസ് എ പ്രോസസ് വേരിയബിൾ ടു അച്ചീവ് ദ ഡിസൈഡ് പെർഫോമൻസ്. കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾഡ് വാല്യൂസിനെ ഡിസൈഡ് വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് വേണ്ട പ്രോസസ്സിനെ നമുക്ക് കിട്ടേണ്ട ഒരു ഡിസൈഡ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു പ്രോസസ്സിനെ അത് വേരിയബിളായിട്ട് ചേഞ്ച് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണെന്ന് പറയുന്നത് കൺട്രോളർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ വാല്യൂസും ഡിസൈഡ് വാല്യൂസും നമ്മൾ കമ്പയർ ചെയ്ത് അതിന് വേണ്ട ആ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഡിസൈഡ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ ആ മാറ്റങ്ങളെല്ലാം ചെയ്യുന്ന ഒരു എലമെൻ്റാണ് കൺട്രോളർ എന്ന് പറയുന്നത്. സോ നമ്മളിതിൽ പഠിക്കുന്ന ഫസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് സെർവോ കൺട്രോളാണ്. സെർവോ കൺട്രോൾ എന്ന് പറയുമ്പോൾ എ സെർവോ കൺട്രോൾ സിസ്റ്റം ഈസ് എ സിസ്റ്റം വിച്ച് ഈസ് capable ഓഫ് കൺട്രോളിങ് സം വേരിയബിൾസ് ടു ട്രാക്ക് ദ റെഫറൻസ് ഇൻപുട്ട്. ഒരു റെഫറൻസ് ഇൻപുട്ടിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ചില വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സെർവോ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. സെർവോ കൺട്രോൾ ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഇൻ വിച്ച് ദ കൺട്രോൾ വേരിയബിൾ ഈസ് മെക്കാനിക്കൽ പൊസിഷൻ ഓർ വെലോസിറ്റി ഓർ ആക്സിലറേഷൻ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഒന്നീ മെക്കാനിക്കൽ പൊസിഷൻ, അല്ലെങ്കിൽ മെക്കാനിക്കൽ വെലോസിറ്റി, അല്ലെങ്കിൽ ആക്സിലറേഷൻ. ഇങ്ങനെയുള്ള കൺട്രോൾ വേരിയബിൾ എവിടെയെല്ലാമാണ് വരുന്നത് അവിടെയെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെർവോ കൺട്രോൾ യൂസ് ചെയ്യാം. സെർവോ കൺട്രോൾസ് യൂസസ് എറർ സെൻസിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ടു ഗെറ്റ് ഡിസൈഡ് ഔട്ട്പുട്ട്. നമുക്ക് കിട്ടേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെർവോ കൺട്രോൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് എറർ സെൻസിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെർവോ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്ന. ഒരു കമാൻഡ് പോകുന്നുണ്ട്, കമാൻഡ് നേരെ പോകുന്നൊരു കൺട്രോളറിലേക്കാണ്. കൺട്രോളിൽ നിന്ന് ആംപ്ലിഫയറിലോട്ട്, അവിടെ നിന്ന് ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് മോട്ടറിലേക്ക് കൊടുക്കുന്നു. മോട്ടറിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവിടെ നിന്ന് വരുന്ന ഇൻപുട്ടിനെ ഒരു ഡിസ്റ്റർബൻസുമായിട്ട് അവിടെ ഒരു ഒരു മിക്സിങ് നടക്കുന്നുണ്ട്. അതിലൊരു ചെറിയ ഭാഗം ഔട്ട്പുട്ടായിട്ടും പോകുന്നുണ്ട്. അതിൽ വേറൊരു ഭാഗം ഒരു ഫീഡ്ബാക്ക് സെൻസർ വഴി തിരിച്ച് കൺട്രോളറിൻ്റെ ഇൻപുട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സെർവോ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ വെൻ ദ റെഫറൻസ് ഇൻപുട്ട് സിഗ്നൽ ഓർ കമാൻഡ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ സിസ്റ്റം ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ഔട്ട്പുട്ട് സിഗ്നൽ യൂസിങ് ആൻ എറർ കമ്പാരേറ്റർ. അതായത് ഇപ്പോൾ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് സിഗ്നൽ നമ്മളൊരു ഇതിലേക്ക് കൊടുക്കുകയാണ്,
ഏതിലേക്ക് കൺട്രോളറിലേക്ക് കൊടുക്കുമ്പോഴേക്കും ആ റെഫറൻസ് സിഗ്നലിനെ ഔട്ട്പുട്ട് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യും ആരെ യൂസിങ് ആൻ എറർ കമ്പാരേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു അതിനെ കമ്പയർ ചെയ്യുന്നു. ദ ഔട്ട്പുട്ട് ഓഫ് ദ എറർ കമ്പാരേറ്റർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിഫറൻസ് ഇൻപുട്ട് ആൻഡ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഫ്രം ദ ഫീഡ്ബാക്ക് സെൻസർ. അപ്പോൾ ഈ എറർ കമ്പാരേറ്ററിൽ നിന്നുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഫറൻസ് ഇൻപുട്ടും പിന്നെ ഫീഡ്ബാക്ക് സെൻസറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് നമുക്കവിടെ എറർ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ദിസ് എറർ സിഗ്നൽ വിൽ ബി ആംപ്ലിഫൈഡ് ആൻഡ് മോഡിഫൈഡ് ബൈ എ കൺട്രോളർ. ഈ എറർ സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കൺട്രോളറിലേക്ക് കൊടുത്ത് ആംപ്ലിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ദ മോഡിഫൈഡ് എറർ സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു മോട്ടർ. അപ്പോൾ കൺട്രോളറിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള എറർ സിഗ്നലിൽ നമ്മളൊരു മോട്ടറിലേക്ക് കൊടുക്കുന്നു. വെൻ ദ ഡിസൈഡ് ഔട്ട്പുട്ട് ഈസ് അച്ചീവ്ഡ് ദെയർ വിൽ ബി നോ ലോജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫറൻസ് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റെഫറൻസ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലോജിക്കലി അത് 0 ആയിരിക്കും. Thus the servo control maintains the output at the desired level even in the presence of disturbance. ഈവൻ ഒരു ഡിസ്റ്റർബൻസ് പ്രസൻ്റ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ആ സെർവോ കൺട്രോളറിന് ഔട്ട്പുട്ടിൻ്റെ ഡിസൈഡ് ലെവലും റെഫറൻസിൻ്റെ ഡിസൈഡ് ലെവലും ഏകദേശം ഈക്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സെർവോ കൺട്രോളിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ടൂൾസിൻ്റെ ഓട്ടോമേഷൻ ഉപയോഗിക്കാം, സാറ്റലൈറ്റും ട്രാക്കിംഗ് ആൻറ്റിനാസ് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. റിമോട്ട് കൺട്രോൾ ആൻഡ് നാവിഗേഷൻ ഇൻ എയർപ്ലെയിൻസിലുള്ള നാവിഗേഷൻ റിമോട്ട് കൺട്രോളിലെല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം സെർവോ കൺട്രോളേഴ്സ് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് വരുന്ന കൺട്രോൾ സിസ്റ്റമാണ് ഡിജിറ്റൽ കൺട്രോളേഴ്സ്. ഡിജിറ്റൽ കൺട്രോളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം ഡിജിറ്റലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ വരുന്നത്. ഡിജിറ്റൽ കൺട്രോളേഴ്സ് ഗീവ്സ് ആൻ ഇംപ്രൂവ്ഡ് ട്രാക്കിംഗ് പെർഫോമൻസ്. ഒരു ട്രാക്കിംഗ് പെർഫോമൻസിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് കാണിക്കുന്നത് ഡിജിറ്റൽ കൺട്രോളേഴ്സ് കാണിക്കുന്നത്. ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം ഹാസ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഓർ മൈക്രോ കൺട്രോളർ ടു ഇംപ്ലിമെൻറ്റ് ദ കൺട്രോൾ അൽഗോരിതം. നമ്മുടെ ഈ കൺട്രോൾ അൽഗോരിതത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടറോ മൈക്രോ കൺട്രോളറോ കൺട്രോൾ സിസ്റ്റത്തിൽ ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം. റെഫറൻസ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു എന്തിലോട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ സാമ്പിളറിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് സിഗ്നൽ പോകുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ അവിടെ നിന്ന് 0 ഓർഡർ ഹോൾഡറിലേക്കും പിന്നെ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ നിന്ന് മോട്ടറിലേക്ക് സിഗ്നൽ പോവുകയും ചെയ്യുന്നു. അതിലൊരു ഭാഗം ലോഡിലേക്കും മറ്റൊരു ഭാഗം ഫീഡ്ബാക്ക് സെൻസർ വഴി തിരിച്ച് ADCയിലേക്കും എത്തുന്നു. സോ അതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ആൻ അനലോഗ് ഓർ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് എ സാമ്പിളർ ആർ യൂസ്ഡ് ടു കൺവേർട്ട് ദ കണ്ടിന്യൂസ് ടൈം അനലോഗ് എറർ സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ. അപ്പോൾ ഈ ADC ആൻഡ് സാമ്പിളർ അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അതും പിന്നെ നമ്മളെ സാമ്പിളറുമാണ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം അനലോഗ് എറർ സിഗ്നലിനെ ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ കൺവേർട്സ് ദ സിഗ്നൽ ടു എ ഡിസ്ക്രീറ്റ് ഡിജിറ്റൽ സിഗ്നൽ. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നലിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു ഡിസ്ക്രീറ്റ് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. 0 ഓർഡർ ഹോൾഡ് സർക്യൂട്ട് എൻഷോർസ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ ദ സാമ്പിൾസ്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന 0 ഓർഡർ ഹോൾഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാമ്പിൾസ് അതായത് ഹെൽഡ് കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ സാമ്പിൾസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ് ഔട്ട്പുട്ടിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് 0 ഓർഡർ ഹോൾഡ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. The output of the 0 order hold circuit is decoded into analog signal using the digital to analog converter. അതായത് ഇപ്പോൾ ഈ 0 ഓർഡർ ഹോൾഡ് സർക്യൂട്ടിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു DAC അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ മേടിച്ചിട്ട് അല്ലെങ്കിൽ അത് റിസീവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു. ദ ഔട്ട്പുട്ട് ഓഫ് ദ DAC ഈസ് അപ്ലൈഡ് ടു ദ മോട്ടർ ആഫ്റ്റർ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ്. ആ DAC എന്ന് വരുന്ന ആ ഒരു അനലോഗ് സിഗ്നലിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോട്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ഇൻ ടു ദ ഇൻപുട്ട് യൂസിങ് എ ഫീഡ്ബാക്ക് സെൻസർ ഫിറ്റഡ് ഇൻ ദ ലോഡർ ടു ദ മോട്ടർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം ഔട്ട്പുട്ടിൽ ഒരു ചെറിയ ഭാഗം എന്ത് ചെയ്യുന്നു
ഒരു ഫീഡ്ബാക്ക് സെൻസർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഫീഡ്ബാക്ക് സെൻസർ ഡിറ്റർമിൻസ് ദ പൊസിഷൻ ഓഫ് ദ മോട്ടർ ആൻഡ് ദിസ് ഈസ് കമ്പയർഡ് വിത്ത് ദ റെഫറൻസ് ഇൻപുട്ട് ടു ഒബ്റ്റെയിൻ ദ എറർ സിഗ്നൽ. എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് സിഗ്നലാണ് നമ്മുടെ മോട്ടറിൻ്റെ പൊസിഷനെ നിശ്ചയിക്കുന്നത്. മാത്രമല്ല ദിസ് ഈസ് കമ്പയർഡ് വിത്ത് ദ റെഫറൻസ് ഇൻപുട്ട് ടു ഒബ്റ്റെയിൻ ദ എറർ സിഗ്നൽ. എറർ സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റെഫറൻസ് ഇൻപുട്ടുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ഒരു എറർ സിഗ്നലിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടാനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു, ഫീഡ്ബാക്ക് സെൻസർ നമ്മളെ സഹായിക്കുന്നു. ദ ഔട്ട്പുട്ട് ഓഫ് ദ എ ഡി സി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് എറർ സിഗ്നൽ ആൻഡ് ദ മോട്ടോർ ചേഞ്ചസ് പൊസിഷൻ. അപ്പോൾ ഈ എ ഡി സിന്ന് വരുന്ന സിഗ്നലിൻ്റെ വാല്യൂ ഓഫ് എറർ, ആ ഒരു സംഭവം ഔട്ട്പുട്ട്, അതായത് എ ഡി സി എന്ന് പറയുന്ന അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ദ വാല്യൂ ഓഫ് എറർ സിഗ്നൽ ആൻഡ് ദ മോട്ടർ ചേഞ്ചസ് ഇറ്റ് പൊസിഷൻ. അവിടെ എറർ പൊസിഷൻ, അതായത് എറർ സിഗ്നലിൻ്റെ വാല്യൂവും പിന്നെ മോട്ടറിൻ്റെ പൊസിഷൻ ചേഞ്ചും ഒക്കെ ബേസാക്കിയാണ് ഉണ്ടാകുന്നത്. മൂന്നാമത് വരുന്ന കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റമാണ്. അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഇൻ അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം സെർവോ കൺട്രോൾ ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ മീൻസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നിക് ലൈക്ക് അഡാപ്റ്റീവ് കൺട്രോൾ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഫസി ലോജിക് എക്സെട്ര. അതായത് ഇവിടെ അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സെർവോ കൺട്രോളിനെ ചെറിയ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ലൈക്ക് അഡാപ്റ്റീവ് കൺട്രോൾ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, പിന്നെ ഫസി ലോജിക്, അതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവോ കൺട്രോളിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അഡാപ്റ്റീവ് കൺട്രോൾ ടെക്നിക്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഈ അഡാപ്റ്റീവ് കൺട്രോൾ ടെക്നിക്സ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ടെക്നിക്കാണ്. അഡാപ്റ്റീവ് കൺട്രോൾ ക്യാൻ മോഡിഫൈ ദ ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദ changes in the dynamics of the system, and if there is any disturbance it can also compensate the parameter variation occurring in the system. Adaptive controller എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ മോഡിഫൈ ദ ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ചസ് ഇൻ ഡൈനാമിക്സ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് മാറും തോറും അതിൽ അല്ലെങ്കിൽ ആ റെസ്പോൺസിൽ വരുന്ന, ആ ബിഹേവിയറിൻ്റെ റെസ്പോൺസിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ ആർക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ആർക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡാപ്റ്റീവ് കൺട്രോളറിന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന. ആൻഡ് ഇഫ് ദെയർ ഈസ് എനി ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആ സിഗ്നലിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പാരാമീറ്റർ വേരിയേഷൻ വച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലാക്കാൻ എന്തിനു പറ്റും, അഡാപ്റ്റീവ് കൺട്രോളറിന് പറ്റും. Among the adaptive control techniques, model reference adaptive control is mostly used. ഈ അഡാപ്റ്റീവ് കൺട്രോൾ ടെക്നിക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ മോഡൽ റെഫറൻസ് അഡാപ്റ്റീവ് കൺട്രോളാണ് നമ്മൾ മാക്സിമം കൂടുതൽ ഇൻസ്റ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ റെഫറൻസ് അഡാപ്റ്റീവ് കൺട്രോളറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ടിൽ നിന്ന് ഒരു ഭാഗം റെഫറൻസ് മോഡലിലോട്ട് ഒരു ഭാഗം കൺട്രോളറിലേക്കും പോകുന്നു. ആ റെഫറൻസ് മോഡലിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിലേക്ക് പോകുന്നു. കൺട്രോളറിൽ നിന്നുള്ള ഔട്ട്പുട്ട് മോട്ടറിലേക്ക് പോകുന്നു. മോട്ടറിൽ നിന്ന് ഒരു ഭാഗം ഔട്ട്പുട്ടിലേക്കും ഒരു ഭാഗം അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിലേക്കും പോകുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ഇൻപുട്ട് വീണ്ടും കൺട്രോളറിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ വർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ അൽഗോരിതം ഈസ് കേപ്പബിൾ ഓഫ് മോഡിഫൈങ് ദ എറർ ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ഓഫ് റെഫറൻസ് മോഡൽ ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് ഔട്ട്പുട്ട് ഓഫ് ദ റെഫറൻസ് മോഡൽ, അതായത് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ആയാലും റെഫറൻസ് മോഡലിൻ്റെ ഔട്ട്പുട്ട് ആയാലും അത് തമ്മിലുള്ള എറർ മോഡിഫൈ ചെയ്യാനായിട്ട് അഡാപ്റ്റേഷൻ അൽഗോരിതത്തിന് കഴിയും. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഓൾട്ടേഴ്സ് ദ പാരാമീറ്റേഴ്സ് ഓഫ് കൺട്രോളർ സോ ദാറ്റ് the motor can be could track the reference model. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, അതായത് ഇതിൽ നടക്കാൻ ചാൻസ് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം കൺട്രോളറിൻ്റെ പാരാമീറ്റേഴ്സിനെ ആൾട്ടർ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മോട്ടറിന് റെഫറൻസ് മോഡലിനെ എളുപ്പത്തിൽ തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ കൺട്രോളർ കൺസിസ്റ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് പാരാമീറ്റേഴ്സ്. കൺട്രോളറിന് എന്തുണ്ട്, അതിൽ കൺട്രോളറിൽ തന്നെ എന്തുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഇതിൽ അഡാപ്റ്റീവ് കൺട്രോളിൻ്റെ
അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഓഫ് സിസ്റ്റം ആൻഡ് ലോഡ് ആർ നോട്ട് റിക്വയർഡ്. ഇവിടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സിസ്റ്റമോ ലോഡോ നമുക്കിവിടെ ആവശ്യമില്ല. രണ്ടാമത് ലോ കോസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഈസ് ഓൺലി നീഡഡ്. ഇവിടെ വേണ്ടി വരുന്ന ഒരേ ഒരു സംഭവം അല്ലെങ്കിൽ ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ലോ കോസ്റ്റ് മൈക്രോ പ്രോസസ്സർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി നാലാമത്തെ സിഗ്നൽ പ്രോസസ്സർ അല്ലെങ്കിൽ കൺട്രോൾ പ്രോസസ്സർ എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറാണ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഡീൽസ് വിത്ത് ദ പ്രോസസ്സിംഗ് സിഗ്നൽസ് ടു ഗെറ്റ് ഡിസൈഡ് ഔട്ട്പുട്ട് ഓൺ ഡിജിറ്റൽ പ്രോസസ്സർ. ഡിജിറ്റൽ പ്രോസസ്സ് വഴി നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ടൈപ്പ് കൺട്രോളേഴ്സാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഡീൽസ് വിത്ത് ദ പ്രോസസ്സിംഗ് ഓഫ് സിഗ്നൽസ് ടു ഗെറ്റ് ഡിസൈഡ് ഔട്ട്പുട്ട് ഓൺ ഡിജിറ്റൽ പ്രോസസ്സേഴ്സ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ് ആർ പവർഫുൾ മൈക്രോ പ്രോസസ്സേഴ്സ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് പ്രോസസ്സിംഗ് ഡാറ്റ ഇൻ റിയൽ ടൈം. ഒരേ സമയം തന്നെ, അതായത് റിയൽ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ പ്രോസസ്സേഴ്സ് ഉപയോഗിച്ച് നമ്മളുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന പവർഫുള്ളായിട്ടുള്ള മൈക്രോ പ്രോസസ്സേഴ്സാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് കൺട്രോൾ ദ സിഗ്നൽസ് ആർ കൺവേർട്ടഡ് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ, മാനിപ്പുലേറ്റഡ് ഡിജിറ്റലി ആൻഡ് ദം കൺവേർട്ടഡ് അഗെയിൻ ടു അനലോഗ് ഫോം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് കൺട്രോളിൽ ദ സിഗ്നൽസ് ആർ കൺവേർട്ടഡ് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ. അത് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഡിജിറ്റലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഡിജിറ്റലി അവിടെ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തതിന് ശേഷം അത് തിരിച്ചും ഡിജിറ്റലിൽ നിന്ന് അനലോഗ് ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. സപ്ലൈ കൊടുക്കുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്കാണ്. അതൊരു ബ്രിഡ്ജ് ഇൻവേർട്ടറിലേക്ക് പോകുന്നു, അതൊരു മോട്ടറിലേക്ക് പോകുന്നു, അത് മോട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് പുറത്തേക്ക് പോകുന്നു. ഇനി ഔട്ട്പുട്ട് നിന്ന് ഒരു ചെറിയ ഭാഗം എന്ത് ചെയ്യുന്നു, എൻകോഡറിലേക്ക് പോകുന്നു. എൻകോഡറിൽ നിന്ന് എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ വിത്ത് ADC, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഉള്ള ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ ഒരു റെഫറൻസ് സ്പീഡും കൂടെ നമ്മളൊരു ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇനി ബ്രിഡ്ജ് ഇൻവേർട്ടറിൽ നിന്ന് ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, കറണ്ട് ഫീഡ്ബാക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ DSPയിലേക്ക് കൊടുക്കുന്നു. അവിടെ എന്ത് ചെയ്യും, അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടായ കൺട്രോൾ സിഗ്നൽ എന്ത് ചെയ്യുന്നു, വീണ്ടും ബ്രിഡ്ജ് ഇൻവെർട്ടറിലേക്ക് കയറി എന്ത് ചെയ്യുന്നു, മോട്ടറിലേക്ക് ചെന്ന് ഔട്ട്പുട്ടായിട്ട് മാറുന്നു. ഇതാണ് നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ADCs കൺവേർട്ട് ദ കറണ്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ഫ്രം ബ്രിഡ്ജ് ഇൻവെർട്ടർ ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ റോട്ടർ ത്രൂ എൻകോഡർ ഇൻ ടു ഡിജിറ്റൽ ഫോം. എന്ത് ചെയ്യുന്നു, ADC എന്ത് ചെയ്യുന്നു, ബ്രിഡ്ജ് ഇൻവെർട്ടറിൽ നിന്നുള്ള കറണ്ട് ഫീഡ്ബാക്കിനെ കൺവേർട്ട് ചെയ്ത് ആൻഡ് കൺവേർട്ട്സ് ദ കറണ്ട് ഫീഡ്ബാക്ക് സിഗ്നൽ ഫ്രം ദ ബ്രിഡ്ജ് ഇൻവെർട്ടർ. കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രിഡ്ജ് ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന കറണ്ട് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, കറണ്ട് ഫീഡ്ബാക്ക് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ റോട്ടർ ത്രൂ എൻകോഡർ ഇൻ ടു ഡിജിറ്റൽ ഫോം. അപ്പോൾ റോട്ടറിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു, എൻകോഡർ വഴി ഡിജിറ്റൽ ഫോമിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സസ് ദീസ് ഡേറ്റ എലോങ് വിത്ത് റെഫറൻസ് സ്പീഡ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, റെഫറൻസ് സ്പീഡും കൂടെ ഒരു ഇൻപുട്ടായിട്ട് കൊടുത്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. ദ കൺട്രോൾ സിഗ്നൽ ഫ്രം ദ പ്രോസസ്സർ കൺട്രോൾസ് ദ ഔട്ട്പുട്ട്. ദ ബ്രിഡ്ജ് ഇൻവെർട്ടർ ദെയർബൈ controls the output of the motor until desired reference speed is obtained. അപ്പോൾ ഒരു ഡിസൈഡ് ആയിട്ടുള്ള റെഫറൻസ് സ്പീഡ് ഒബ്റ്റെയിൻ ആവുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ സിഗ്നൽ ഫ്രം ദ പ്രോസസ്സർ കൺട്രോൾസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ റെഫറൻസ് സ്പീഡ് ഒബ്റ്റെയിൻഡ് ആവുന്ന വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രം ദ പ്രോസസ്സർ കൺട്രോൾസ് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുകയും ദെയർബൈ കൺട്രോൾ ദ ഔട്ട്പുട്ട് ഓഫ് ദ മോട്ടർ, മോട്ടറിൻ്റെ എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോൾ, അതായത് ഡിജിറ്റൽ കൺട്രോൾ പ്രോസസ്സസിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത് വരുന്നത് മോഷൻ ഓർ മോട്ടർ കൺട്രോളേഴ്സ് ആണ്. മോഷൻ അല്ലെങ്കിൽ മോട്ടർ കൺട്രോളേഴ്സ് എന്താണെന്ന് നോക്കാം. എസെൻഷ്യൽ ഫോർ എനി മോഷൻ കൺട്രോൾ സിസ്റ്റം. ഏത് മോഷൻ കൺട്രോൾ സിസ്റ്റത്തിലും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് മോഷൻ കൺട്രോളർ അല്ലെങ്കിൽ മോട്ടർ കൺട്രോളർ എന്ന് പറയുന്നത്.
പ്രൊഡ്യൂസസ് ദ കൺട്രോൾ സിഗ്നൽ ടു കൺട്രോൾ ദ പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ മോട്ടർ. ഒരു മോട്ടറിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ട കൺട്രോൾ സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മോഷൻ കൺട്രോളർ അല്ലെങ്കിൽ മോട്ടർ കൺട്രോളറിൻ്റെ പ്രധാനപ്പെട്ട ജോലി. പ്രൊവൈഡ്സ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ മെഷീൻ. മെഷീനും യൂസറും തമ്മിലുള്ളൊരു ഇൻ്റർഫേസ് എന്തുണ്ടാക്കി കൊടുക്കുന്നു, ഈ മോഷൻ ആൻഡ് മോട്ടർ കൺട്രോളേഴ്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു. ദ സെലക്ഷൻ ഓഫ് കൺട്രോളർ സ്ട്രാറ്റജി ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സസ് ആൻഡ് ഓൺ ദ ഡിഗ്രി ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ആക്സസ്. അപ്പോൾ ഈ സെലക്ഷൻ, അതായത് കൺട്രോളർ സ്ട്രാറ്റജിയുടെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ആക്സസ്, അതായത് ആ ഒരു പ്ലെയിനിൽ എത്ര ആക്സസ് ഉണ്ടെന്ന് ഉള്ള നമ്പർ, ആൻഡ് ദ ഡിഗ്രി ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ആക്സസ്, ആ ആക്സസിൻ്റെ ഇടയിലുള്ള ഡിഗ്രി ഓഫ് കോർഡിനേഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കൺട്രോളർ സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ കൺട്രോളറിനെ ഒരു ഡ്രൈവിലേക്ക് കൊടുക്കുന്നു. ആ ഡ്രൈവാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈവിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് ചെയ്യുന്നത്, മോട്ടറിൻ്റെ ഇൻപുട്ടായിട്ട് കയറുന്നത്. ദർ ആർ 2 types ഓഫ് മോഷൻ കൺട്രോളേഴ്സ്. ഒന്നെന്ന് പറയുന്ന ആക്സിസ് കൺട്രോളർ, രണ്ട് മെഷീൻ ടൂൾ കൺട്രോളർ. 2 ടൈപ്പ് മോഷൻ കൺട്രോളേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ആക്സിസ് കൺട്രോളർ, 2 മെഷീൻ ടൈപ്പ് കൺട്രോളേഴ്സ്. അപ്പോൾ അതിൽ ആക്സിസ് കൺട്രോളർ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആക്സിസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ആക്സിസ് കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് എ മൾട്ടി കൺട്രോളർ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് കൺട്രോളിങ് ദ നമ്പർ ഓഫ് മോഷൻ ആക്സിസ് സൈമിൾട്ടേനിയസ്ലി. ആക്സിസ് കൺട്രോളേഴ്സിൽ, മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സിൽ മൈക്രോ കൺട്രോളർ ഉണ്ട്. അത് എന്ന് പറയുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അതിന് ഒരേ സമയം ഒരുപാട് ആക്സിസ്, നമ്പർ ഓഫ് മോഷൻ ആക്സിസിനെ അത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് വർക്ക് ഓൺ യൂസർ ഡിസൈൻഡ് പ്രോഗ്രാം. മൾട്ടി ആക്സിസ് കൺട്രോളേഴ്സ് എന്ത് ചെയ്യുന്നു, യൂസർ ഡിസൈൻഡ് പ്രോഗ്രാമിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ആക്സിസ് കൺട്രോളറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മൾട്ടി ആക്സിസ് കൺട്രോളറിൽ നിന്ന് 3 ഡ്രൈവ് പോയിട്ടുണ്ട്. ആ ഡ്രൈവിൽ നിന്ന് ഉള്ള എന്താണ് ഔട്ട്പുട്ടാണ് എന്ത് ചെയ്യുന്നത്, N1, N2, N3 എന്ന് പറഞ്ഞിട്ട് 3 റോട്ടറിലേക്ക് പോകുന്നത്. ഇനി ഉള്ള ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്, ഈ ആക്സിസ് കൺട്രോളറിലൊരു മാസ്റ്റർ ഡ്രൈവ് കൂടെ വരുമ്പോൾ ഉള്ള ബ്ലോക്ക് ഡയഗ്രമാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. ഹിയർ 1 ഡ്രൈവ് ആക്ട്സ് ആസ് എ മാസ്റ്റർ യൂണിറ്റ്. ഇവിടെ ഉള്ളൊരു ഏതെങ്കിലും ഒരു ഡ്രൈവ് എന്ത് ചെയ്യുന്നു, ഒരു മാസ്റ്റർ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതർ ഡ്രൈവ്സ് ആർ ഡയറക്ട്ലി സിങ്ക്രണൈസ്ഡ് ടു മെയിൻറ്റെയിൻ എ 0 പൊസിഷൻ എറർ ബിറ്റ്വീൻ ദംസെൽസ് ആൻഡ് വിത്ത് മാസ്റ്റർ ഡ്രൈവ്. അപ്പോൾ ഒരെണ്ണം മാസ്റ്റർ ഡ്രൈവായിട്ട് ആക്ട് ചെയ്യുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു, ദേ ആർ ഡയറക്ട്ലി സിങ്ക്രണൈസ്ഡ് ടു മെയിൻറ്റെയിൻ എ 0 പൊസിഷൻ എറർ ബിറ്റ്വീൻ ദംസെൽസ്. അതായത് അവർ തമ്മിലും മാസ്റ്റർ ഡ്രൈവ് തമ്മിലും എന്ത് ചെയ്യാതിരിക്കാൻ, ഒരു 0 പൊസിഷൻ എറർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യണം, ഡയറക്റ്റ്ലി സിങ്ക്രണൈസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ആക്സിസ് കൺട്രോളറിൽ നിന്നൊരു ഡ്രൈവിലേക്ക് പോകുന്നുണ്ട്, ഡ്രൈവിൽ നിന്ന് ഒരു മോട്ടറിലേക്ക് പോകുന്നുണ്ട്. ആ മോട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് ചെയ്യുന്നത്, 2 ഡ്രൈവിലേക്ക് വീണ്ടും സ്പ്ലിറ്റായി പോയി അതിൻ്റെ ഔട്ട്പുട്ട് എന്താകുന്നു, മോട്ടറിൻ്റെ ഇൻപുട്ടായിട്ട് മാറുന്നു. സോ ഇത്രയാണ് ആക്സിസ് കൺട്രോളേഴ്സിലുള്ളത്. രണ്ടാമത് വരുന്നത് മെഷീൻ ടൂൾ കൺട്രോളേഴ്സാണ്. മെഷീൻ ടൂൾ കൺട്രോളേഴ്സ് അക്സെപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു, അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കൺട്രോളറാണ് മെഷീൻ ടൂൾ കൺട്രോളർ. ആൻഡ് കൺവേർട്ട്സ് ഇറ്റ് ഇൻ ടു കറസ്പോണ്ടിങ് സിഗ്നൽസ് വിച്ച് കൺട്രോൾസ് ദ വേരിയസ് സെക്ഷൻസ് ഓഫ് ദ മെഷീൻ ടൂൾ. അതായത് ഒരു മെഷീൻ ടൂളിൻ്റെ കൺട്രോളറിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ മെഷീൻ ടൂളിൻ്റെ കൺട്രോളറിനെ മെഷീൻ ടൂളിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് മാറ്റുന്നു. വേരിയസ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആർ സ്ലൈഡ് മോഷൻ ആൻഡ് സ്പിൻഡിൽ റൊട്ടേഷൻസ് എക്സെട്ര. അപ്പോൾ ഈ മെഷീൻ ടൂൾ കൺട്രോളറിന് 2 മെയിൻ ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സ്ലൈഡ് മോഷനും രണ്ടാമത്തേന്ന് പറയുന്നത് സ്പിൻഡിൽ റൊട്ടേഷനും ആയിരുന്നു. സോ മെഷീൻ ടൂൾ കൺട്രോളേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡീകോഡറുണ്ട്, പിന്നെ ഒരു ഫീഡ് റേറ്റ് ജനറേറ്ററുണ്ട്, ഒരു ഇൻ്റർപോളേറ്ററുണ്ട്, ഓക്സിലറി ഫങ്ഷൻസ് ഉണ്ട്. അതിലേക്കെല്ലാം ഒരു ഇൻ്റർഫേസിലേക്ക് കൊടുത്തിട്ട് ആ ഡ്രൈവ് സിസ്റ്റമിലേക്ക് കൊടുത്തിട്ട് ആ ഡ്രൈവ് സിസ്റ്റമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ
ഔട്ട്പുട്ടായിട്ട് തന്നെ വെളിയിലേക്ക് പോകും. ഒരു ചെറിയ ഭാഗം ഫീഡ്ബാക്ക് സിസ്റ്റം വഴി വീണ്ടും ഇൻ്റർഫേസിലേക്ക് കയറുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ആ ഒരു പ്രോസസ്സ് എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. സോ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ PLC ആണ്, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചോദ്യ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്. എന്താണെന്ന് നോക്കാം. PLC ഈസ് എ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് ഡിസൈൻഡ് ഫോർ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടത്തുന്നതിനായിട്ട് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസാണ് PLC അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് പ്രോഗ്രാമബിൾ മെമ്മറി ടു സ്റ്റോർ ദ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ PLCക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാമബിൾ മെമ്മറി ഉണ്ട്. യൂസർ ക്യാൻ മോഡിഫൈ ദ കൺട്രോൾ സ്ട്രാറ്റജി ബൈ ചേഞ്ചിങ് ദ പ്രോഗ്രാം, റിവൈസിങ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസിനെയും ഇൻപുട്ട് ഡിവൈസിനെ റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിനെ ചേഞ്ച് ചെയ്ത് കൺട്രോൾ സ്ട്രാറ്റജി യൂസറിന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. PLC monitors the input and outputs of the system according to the program and generates control signals to control the system. PLC എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്ത് എന്ത് ചെയ്യുന്നു, അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം അതിനെ മോണിറ്റർ ചെയ്ത് ആൻഡ് ജനറേറ്റ്സ് ദ കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ദ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ എന്ത് ചെയ്യുന്നു, കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ PLCയുടെ ബ്ലോക്ക് ഡയഗ്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പവർ ഒരു CPU കൊടുക്കുന്നു, പ്രോഗ്രാം മെമ്മറിയും വർക്കിംഗ് മെമ്മറി CPU കൊടുക്കുകയും CPU നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഒരു ഇൻപുട്ട് മൊഡ്യൂൾ വഴി എന്ത് ചെയ്യുന്നു, സിസ്റ്റം ടു ബി കൺട്രോൾഡും ഒരു ഔട്ട്പുട്ട് മൊഡ്യൂൾ വഴിയും ഇൻപുട്ട് മൊഡ്യൂൾ വഴിയും നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ CPU കപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPU കണ്ടെയ്ൻസ് ദ മൈക്രോ പ്രോസസ്സർ വിച്ച് റീഡ്സ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ക്യാരീസ് ഔട്ട് ദ കൺട്രോൾ ആക്ഷൻസ് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് മെമ്മറി. അപ്പോൾ CPUവിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് കൺട്രോൾ ആക്ഷൻസ് ഡിസൈഡ് ചെയ്ത് ഇൻപുട്ട് സിഗ്നൽ റീഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്ന മൈക്രോ പ്രോസസ്സർ ഉള്ള ഒരു സംഭവമാണ് എന്തോന്ന്, ഇതിൻ്റെ CPU എന്നുള്ളത്. ഇനി പ്രോഗ്രാം മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാം മെമ്മറി എന്ന് പറയുമ്പോൾ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് പ്രോഗ്രാം മെമ്മറി. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾസ് എന്ന് പറയുമ്പോഴേക്ക് യൂസ്ഡ് ടു റിസീവ് ഇൻഫർമേഷൻ ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് എക്സ്റ്റേണൽ മൊഡ്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു റിസീവ് ഇൻഫർമേഷൻ ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്നും ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനായിട്ടും ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ ഡിവൈസസിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇൻപുട്ട് ഡിവൈസസ് ഇവിടെ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത്. പുഷ് ബട്ടൺസ്, സെൻസേഴ്സ്, സ്വിച്ചസ് എല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴേക്കും മോട്ടർ വരും, വാൽവ് വരും, റിലേസ്, സോളിനോയിഡ്സ്, ഇൻഡിക്കേറ്റിംഗ് പമ്പ്, എക്സെട്ര. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സീക്വൻഷ്യലായിട്ടുള്ള കൺട്രോൾ നമുക്കിത് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് കൺട്രോൾ നമുക്കിത് ചെയ്യാൻ പറ്റും, മോഷൻ കൺട്രോളും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് മൊഡ്യൂൾ 6 വരുന്ന സിലബസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ നോക്കിയത് സ്റ്റെപ്പർ മോട്ടർ നോക്കി, അതിൻ്റെ ടൈപ്സ്, വേരിയബിൾ റിലക്റ്റൻസ്, പെർമനൻറ്റ് മാഗ്നറ്റ്, പിന്നെ നോക്കിയത് ഏതാണ്, ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ, പിന്നെ അതിനെക്കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, വർക്കിംഗ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓരോന്നിൻ്റെയും. പിന്നെ നമ്മൾ പഠിച്ച ലീനിയർ സ്റ്റെപ്പർ മോട്ടർ പഠിച്ചു. പിന്നെ പഠിച്ചെന്താ സ്റ്റെപ്പ് ആംഗിൾ എന്താണെന്ന് കൂടെ നമ്മൾ പഠിച്ചു. അതിനുശേഷം പാർട്ട് 2 നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് 2 നോക്കിയത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമ്മൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളും ക്ലോസ് ലൂപ്പ് കൺട്രോളും നോക്കി, ലീനിയർ സ്റ്റെപ്പർ മോട്ടർ എന്താണെന്ന് നോക്കി. അതിനുശേഷം കൺട്രോൾ ഫോർ ഓട്ടോമേഷനിൽ എന്ത് ചെയ്യുന്നു, വിവിധ തരത്തിലുള്ള കൺട്രോളേഴ്സ്, സെർവോ കൺട്രോളർ, പിന്നെ ഡിജിറ്റൽ കൺട്രോളർ, അതുപോലെയുള്ള കൺട്രോളേഴ്സിനെ പരിചയപ്പെടുത്തി നമ്മൾ പഠിക്കാനായിട്ടാണ് സാധിച്ചത്. അതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 6 തീരുകയാണ്. താങ്ക് യു.